ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെറുപയർ ഏത്തയ്ക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച 2 കപ്പ് ചെറുപയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ 3 മീഡിയം സൈസ് ഏത്തയ്ക്കയും. ചെറുപയർ പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏത്തയ്ക്കയുടെ കറ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളക് കറിവേപ്പില എന്നിവയും കൂടെ ചേർക്കാം. വെളുത്തുള്ളി ഒരു 4 അല്ലിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഞാനിവിടെ 6 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ഞാനൊരു 10 എണ്ണമാണ് എടുത്തേക്കുന്നത്, മീഡിയം സൈസ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ആ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. അത് ഒട്ടും വെള്ളമില്ലാതെ തോർത്തി വേണം എടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഏത്തയ്ക്ക നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റെയിനറിലിട്ട് വെള്ളം ഊറ്റാൻ വെച്ചേക്കാണ്. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഊറ്റാൻ വെച്ചിരുന്ന പയർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വേവിക്കുക. വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല. ഡ്രൈ ആയിട്ട് നമുക്ക് തോരൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കാതെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിരിക്കുകയാണ്. ചോറിനോടൊപ്പം കഴിക്കാൻ വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. താങ്ക്